ഇപ്പോൾ FETൻ്റെ പ്രത്യേകത എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ കണക്റ്റ് ചെയ്യുന്ന രീതി, അതായത് പവർ സപ്ലൈ കൊടുക്കുന്ന രീതി നമ്മൾ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അപ്പോൾ പി ടൈപ്പ് ചാനലാണെങ്കിൽ സോഴ്സ് കണക്റ്റഡ് പോസിറ്റീവ് ആൻഡ് ദ ഡ്രെയിൻ കണക്റ്റഡ് ടു ദ നെഗറ്റീവ് പവർ സപ്ലൈ. അതായത് പവർ സപ്ലൈയുടെ പോസിറ്റീവ് നെഗറ്റീവ് പോയിൻറ്റുകൾ സോഴ്സിൽ പോസിറ്റീവ്, അതുപോലെ തന്നെ ഡ്രെയിനിൽ നെഗറ്റീവ് എന്നുള്ള രീതിയിലുള്ള ഒരു കണക്ഷനാണ് നമ്മൾ പി ചാനൽ ടൈപ്പിന് കൊടുക്കുന്നത്. എന്തിനാണ് സഹായിക്കുന്നത്? ദിസ് ഹെൽപ്സ് ദ ഡ്രെയിൻ ടു ഗെറ്റ് ഹോൾസ് ഫ്രം ദി പി ചാനൽ. അതായത് പി ചാനലിൽ നിന്ന് ഹോൾസ് നമ്മൾ ഡ്രെയിൻ പോയിന്റിലേക്ക് വരാനുള്ള ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഇവിടെ എന്തുണ്ടാക്കും? ഈ ഒരു കണക്ഷൻ മുഖേന ഉണ്ടാക്കും. കാരണം എന്താ വെച്ചാൽ പി ചാനൽ വേറാസ് ഹോൾ ആർ ദി മെയിൻ ചാർജ് കാരിയേഴ്സ്. അതായത് ചാർജ് കാരിയേഴ്സ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് പി ചാനലിൽ ആരാണ്? ഹോൾസ് ആണ്. അപ്പോൾ ഇവരെ ഡ്രെയിനിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കാരണം ഡ്രെയിൻ എപ്പോഴും നെഗറ്റീവ് പോയിൻ്റായിട്ടും അല്ലെങ്കിൽ നെഗറ്റീവ് പവർ സപ്ലൈക്ക് കണക്ട് ചെയ്യുകയും പി ചാനലിൽ സോഴ്സ് എപ്പോഴും പോസിറ്റീവ് എൻഡുമായിട്ട് കണക്ട് ചെയ്യാം. ഇനി എൻ ചാനലാണെങ്കിൽ ഡ്രെയിൻ മെയ്ഡ് പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ദ സോഴ്സ് ബൈ ദ വോൾട്ടേജ് VDS. അതായത് ഡ്രെയിൻ സോഴ്സ് എന്നുള്ള വോൾട്ടേജ് സെക്ഷനിൽ എൻ ചാനലിൻ്റെ സമയത്താണെങ്കിൽ നമ്മൾ ഡ്രെയിൻ എപ്പോഴും പോസിറ്റീവായിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത്. അതായത് ഡ്രെയിൻ സോഴ്സിനേക്കാളും പോസിറ്റീവായിട്ട് സെറ്റ് ചെയ്യണം. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് എൻ ചാനലിൻ്റെ കേസിൽ മെജോറിറ്റി കാരിയേഴ്സ് ആയിട്ട് വരുന്നത് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഇലക്ട്രോൺസ് എന്ത് ചെയ്യണം? ഡ്രെയിനിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഡ്രെയിൻ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. അതുകൊണ്ടാണ് എൻ ചാനലിൽ ഈ ഒരു കണക്ഷൻ പാറ്റേൺ ഫോളോ ചെയ്യുന്നത്. അപ്പം വെൻ ദ ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് VGS ഈസ് 0, അതായത് ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് 0 ആയിരിക്കുന്ന സമയത്ത് ദർ ഈസ് നോ കൺട്രോൾ വോൾട്ടേജ് ആൻഡ് മാക്സിമം ഇലക്ട്രോൺ ഫ്ലോ ഫ്രം സോഴ്സ് ത്രൂ ദ ചാനൽ ടു ദ ഡ്രെയിൻ. അപ്പോൾ ഗേറ്റ് സപ്ലൈ നമ്മൾ കൊടുക്കാത്ത വിധം, അല്ലെങ്കിൽ ഗേറ്റിലുള്ള വോൾട്ടേജ് നമ്മൾ ഇല്ലാണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു FET എന്ന് പറഞ്ഞാൽ ഒരു വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞത് ഗേറ്റ് കറണ്ട് എന്നുള്ള രീതിയിലാണ്. അതായത് ഒരു ഇമ്പൾസ് കൊടുക്കുന്ന സമയത്ത് പവർ സപ്ലൈ ഉണ്ടാവും, അല്ലെങ്കിൽ പവർ സപ്ലൈ ബ്രേക്ക് ആവും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല വരുന്നത്. ഇവിടെ വോൾട്ടേജ് സെറ്റപ്പാണ് വരുന്നത്. അതായത് ഗേറ്റിൽ ഒരു പൊട്ടൻഷ്യലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആ ഒരു സമയത്ത് മാത്രമേ സ്വിച്ചിങ് ഓൺ സ്വിച്ചിങ് ഓഫ് എന്നുള്ള, അതായത് ഡ്രെയിൻ ടു സോഴ്സ് കണ്ടക്ഷൻ സോഴ്സ് ടു ഡ്രെയിൻ കണ്ടക്ഷൻ ഉണ്ടാവണോ ഉണ്ടാവണ്ടേ എന്നുള്ളത് തീരുമാനിക്കുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? VGS 0 ആണെങ്കിൽ, ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് 0 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഡയറക്റ്റായിട്ട് വോൾട്ടേജിന് ഒരു കൺട്രോളും അവിടെ സംഭവിക്കുന്നില്ല. മാക്സിമം ഇലക്ട്രോൺ ഫ്ലോ ആണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ദിസ് ഇലക്ട്രോൺ കറണ്ട് ഫ്രം സോഴ്സ് ടു ഡ്രെയിൻ ഈസ് റെഫേർഡ് ടു ആസ് ഡ്രെയിൻ കറണ്ട്. അപ്പോൾ സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്ക് വരുന്ന ഈ ഒരു ഇലക്ട്രോൺ ഫ്ലോനെ നമ്മൾ വിളിക്കുന്നത് ഡ്രെയിൻ കറണ്ട് എന്നാണ്. അപ്പോൾ ഇലക്ട്രോൺ ഫ്ലോ എങ്ങനെയാണോ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് വരിക. അതും കൂടെ ഒന്ന് നോക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫിഗറിൽ എൻ ചാനലിൻ്റെ കേസിൽ ഡ്രെയിൻ കറണ്ട് എപ്പോഴും പുറത്തേക്ക് കാണിക്കുന്നത്, ഡ്രെയിൻ കറണ്ട് പുറത്തേക്ക് കാണിക്കുന്നത്. കാരണം സോഴ്സ് ടു ഡ്രെയിൻ ആണ് ഇലക്ട്രോൺ ഫ്ലോ. അതിനനുസരിച്ച് ഡ്രെയിൻ കറണ്ട് പുറത്തേക്ക് പോകുന്ന രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. ഇനി പി ചാനലിൻ്റെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ദ ഇലക്ട്രോൺ കറണ്ട് ഫ്രം ദ സോഴ്സ് ടു ദ ഡ്രെയിൻ ഈസ് റെഫേർഡ് ആസ് ദ ഡ്രെയിൻ കറണ്ട് ID. വെൻ ദ ഗേറ്റ് ഈസ് റിവേഴ്സ്ഡ് biased with the negative voltage VGS negative, the static field established at the gate causes depletion region to occurs in the channel. അതായത് ഇനി നേരെ മറിച്ച് ഈ ഒരു VGS എന്നുള്ളത് നെഗറ്റീവ് കൺട്രോളാണ് കൊടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ നെഗറ്റീവ് വോൾട്ടേജ് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് എന്താ വെച്ചാൽ ഈ ഡിപ്ലീഷൻ ലെയർ രൂപപ്പെടും. അതായത് ഗേറ്റ് റിവേഴ്സ് ബയസ് ആയിരിക്കുന്ന കണ്ടീഷൻ വരികയാണെങ്കിൽ, ഒരു സ്റ്റാറ്റിക് ഫീൽഡ് അവിടെ ഉണ്ടായിട്ട് ആ ഒരു ഗേറ്റിൽ ഒരു ഡിപ്ലീഷൻ ലെയർ രൂപപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ഡിപ്ലീഷൻ ലെയർ രൂപപ്പെട്ടുകൊണ്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചാനലിൻ്റെ വിഡ്ത്ത് കുറയും. ചാനലിൽ കൂടെയുള്ള ഇലക്ട്രോൺ ഫ്ലോ
അവിടെ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും. അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ VGSൻ്റെ വാല്യൂ, അതായത് വോൾട്ടേജ് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് നമ്മൾ നെഗറ്റീവ് സെക്ഷനിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ, അതായത് അതിൻ്റെ പൊളാരിറ്റി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ചാനൽ അടയും. ചാനൽ അടയാനുള്ള കാരണം ഡിപ്ലീഷൻ ലെയർ വന്നിട്ട് ഡിപ്ലീഷൻ ലെയർ ഉണ്ടായി ഇലക്ട്രോൺ ഫ്ലോ നടന്നുകൊണ്ടിരിക്കുന്ന ചാനൽ ക്ലോസ് ആവും. അതുകൊണ്ട് തന്നെ ഡ്രെയിൻ കറണ്ടിൻ്റെ ക്ലോസ് ആവാന്ന് പറഞ്ഞാൽ ക്ലോസ് ടു 0 ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഡ്രെയിൻ കറണ്ട് 0 ആയിട്ട് മാറും. അപ്പോൾ അതിൻ്റെ ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ ഫസ്റ്റത്തെ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് VGS എന്നുള്ളതിൽ അവിടെ 0 വോൾട്ടേജാണ്. അതായത് ഗേറ്റ് സോഴ്സ് ഷോർട്ട് സർക്യൂട്ട് ചെയ്ത പോലെ അവിടെ ഒരു വോൾട്ടേജ് സെക്ഷൻ കൊടുത്തിട്ടില്ല. പക്ഷേ ഡ്രെയിന് സോഴ്സിനകത്ത് ഒരു നെഗറ്റീവ് പോസിറ്റീവ് പൊളാരിറ്റിക്ക് അനുസരിച്ചിട്ട്, അതായത് എന്താ ചെയ്തിട്ടുള്ളത്, N ചാനൽ ആയതുകൊണ്ട് തന്നെ ഡ്രെയിനിൽ പോസിറ്റീവ് വോൾട്ടേജും, അതായത് റിവേഴ്സ് ബയസിലാണ്, ഡ്രെയിനിൽ പോസിറ്റീവ് വോൾട്ടേജും N ചാനൽ ആയതുകൊണ്ട് ഡ്രെയിനിൽ പോസിറ്റീവ് വോൾട്ടേജും സോഴ്സിൽ നെഗറ്റീവും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ നേരെ മറിച്ച് രണ്ടാമത്തെ ഫിഗറിൽ എന്താ ചെയ്തിട്ടുള്ളത്, ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് മാറിയിട്ടുണ്ട്, തിരിഞ്ഞിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഡ്രെയിന് നെഗറ്റീവായിട്ടും അത് പോസിറ്റീവായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് തന്നെ ഗേറ്റ് സോഴ്സ് എന്നുള്ളതും റിവേഴ്സ് ബയസിലാണ് വരുന്നത്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ചാനലിൻ്റെ ഇടയിൽ ഡിപ്ലീഷൻ ലെയർ രൂപപ്പെടുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇലക്ട്രോൺ ഫ്ലോ എന്തായിട്ട് മാറും, ഇലക്ട്രോൺ ഫ്ലോ സ്റ്റോപ്പായിട്ട് ഡിപ്ലീഷൻ ലെയർ കൂടുതലായിട്ട് അവിടെ അടിഞ്ഞുകൂടി ഇലക്ട്രോൺ ഫ്ലോ പോകാൻ പറ്റാത്ത വിധത്തിൽ ആയിട്ട് മാറും. വോൾട്ടേജ് ബിറ്റ്വീൻ ഗേറ്റ് ആൻഡ് ചാനൽ കറസ്പോണ്ട് ടു VPS, അതായത് ചാനലിൻ്റെയും ഗേറ്റിൻ്റെ ഇടയിലുള്ള വോൾട്ടേജ് VPS ആയിട്ട് കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ വോൾട്ടേജ് ബിറ്റ്വീൻ ഗേറ്റ് ആൻഡ് ചാനൽ ഈസ് 0 വോൾട്ട്. അവിടെ എന്താണ് ഏറ്റവും ടോപ്പ് പോയിന്റിൽ വരുന്നത് VPS വോൾട്ടേജ്, അതായത് എത്രയാണോ അവിടെ ഡ്രോപ്പായിട്ട് നിൽക്കുന്നത്, അതായത് കറണ്ട് ഫ്ലോ ഇല്ലാത്തതുകൊണ്ട് അതൊരു ബ്ലോക്കിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ VPS വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ. ഇതിലെ ഈ ഒരു പോയിന്റിൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും ലോവസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പോയിൻ്റാണ്, വോൾട്ടേജ് ബിറ്റ്വീൻ ഗേറ്റ് ആൻഡ് ചാനലിന് ഗേറ്റിൻ്റെ ഇടയിൽ വോൾട്ടേജ് ലോവസ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇഫ് ദ VGS ഈസ് മെയ്ഡ് more നെഗറ്റീവ്, ദ ചാനൽ വിഡ്ത്ത് decreases further, resulting in the further decrease in the drain current. When the negative gate voltage is sufficiently high, the two depletion layer meet and block the channel cutting of the flow of the drain current. അത് നമ്മൾ പറഞ്ഞു, നമ്മൾ പതുക്കെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വോൾട്ടേജ് ആദ്യം അത് ബ്ലോക്ക് ആവുന്നതിനനുസരിച്ച് കറണ്ട് ഫ്ലോ തീരെ ഇല്ലാണ്ടാവും, കറണ്ട് ഫ്ലോ 0 ആയിട്ട് മാറും. ദിസ് വോൾട്ടേജ് അറ്റ് വിച്ച് ദ എഫക്റ്റ് ഒക്കേഴ്സ് ഈസ് റെഫേർഡ് ആസ് ടു ദി പിഞ്ച് ഓഫ് വോൾട്ടേജ്, അല്ലെങ്കിൽ VP എന്നുള്ളത്. VPS എന്നുള്ളത് പറഞ്ഞത് നമ്മൾ നേരത്തെ ഫിഗറിൽ നോക്കി പറഞ്ഞത് എന്താണ്, പിഞ്ച് ഓഫ് വോൾട്ടേജ് ആണ്. പിഞ്ച് ഓഫ് വോൾട്ടേജ് എന്ന് എന്താ ഉദ്ദേശിക്കുന്നത്, ഏത് പോയിന്റിലാണോ ഡിപ്ലീഷൻ ലെയർ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തുകൊണ്ട് അതിലൂടെ കറണ്ട് ഫ്ലോ ഇല്ലാതാവുന്നത്, ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ അല്ലെങ്കിൽ ആ ഒരു വോൾട്ടേജിനെയാണ് പിഞ്ച് ഓഫ് എന്ന് വിളിക്കുന്നത്. ദസ് ബൈ വേരിങ് ദ റിവേഴ്സ് ബയസ് വോൾട്ടേജ് ബിറ്റ്വീൻ ഗേറ്റ് ആൻഡ് സോഴ്സ്, ഗേറ്റിനും സോഴ്സിനും ഇടയിലുള്ള വോൾട്ടേജിൽ, അതായത് റിവേഴ്സ് ബയസ് കണ്ടീഷൻ മാറ്റുകയാണെന്നെങ്കിൽ ദെൻ ദ ഡ്രെയിൻ കറണ്ട് ക്യാൻ ബി വേരിഡ് ബിറ്റ്വീൻ മാക്സിമം കറണ്ട് VGS ഈക്വൽ ടു 0, മാക്സിമം കറണ്ട് ആൻഡ് 0 കറണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന രീതി അനുസരിച്ചിട്ട് തന്നെ നോക്കുക, ഗേറ്റ് സോഴ്സ് ഇടയിൽ വരുന്ന വോൾട്ടേജ് നമുക്കൊന്ന് ചെറുതായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, അതായത് നെഗറ്റീവ് വാല്യൂ കൊടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ ബയസിങ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഡ്രെയിൻ കറണ്ടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് ഡ്രെയിൻ കറണ്ട് ഒരു മാക്സിമം കറണ്ടാക്കി കൊടുക്കണോ അല്ലെങ്കിൽ ഒരു മിനിമം കറണ്ടാക്കി കൊടുക്കണോ എന്നുള്ളത് തീരുമാനിക്കാനായിട്ട് പറ്റും. അപ്പോൾ VGS ഈക്വൽ ടു 0, അതായത് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് 0 ആയിരിക്കുന്ന സമയത്താണ് ഡ്രെയിൻ കറണ്ട് മാക്സിമം ആയിരിക്കുക. VGS പിഞ്ച് ഓഫ് വോൾട്ടേജ് ആവുന്ന സമയത്ത് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് പിഞ്ച് ഓഫ് വോൾട്ടേജ് ആയിരിക്കുന്ന സമയത്ത് 0 ഡ്രെയിൻ കറണ്ട് ആയിരിക്കും. കാരണം ആ സമയത്താണ് ഇവിടെ ഇങ്ങനെ ക്ലോസ് ആയിട്ട് നിൽക്കുക, അതായത് കറണ്ട് ഫ്ലോ ചാനൽ അല്ലെങ്കിൽ കാരിയർ ഫ്ലോ ചാനൽ അവിടെ ക്ലോസ് ചെയ്ത രീതിയിലായിട്ടും വരും. അപ്പോൾ FET
ക്യാൻ ബി റെഫേർഡ് ആസ് എ വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ്. അതായത് ഒരു വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് ആയിട്ട് FET റെഫർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പി ചാനൽ JFET ഓപ്പറേറ്റ് ഇൻ ദി സെയിം വേ ആസ് എക്സ്പ്ലെയിൻഡ്. ഇനി പി ചാനലിൻ്റെ കൂടെ പറയാനുണ്ട്. പി ചാനലിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ N ചാനലിൻ്റെ പറഞ്ഞപ്പോൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്, N ചാനലായിരിക്കുന്ന സമയത്ത് ഡ്രെയിനിൽ പോസിറ്റീവും സോഴ്സിൽ നെഗറ്റീവും സപ്ലൈ ചെയ്യുന്ന രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ നേരെ മറിച്ച് അത് പിന്നെ റിവേഴ്സ് ബയസിലാക്കി കഴിഞ്ഞു അല്ലേ. റിവേഴ്സ് ബയസ് ആയപ്പോൾ എന്തായി, ഇവിടെ ഒരു ബ്ലോക്ക് കണ്ടീഷൻ പോലെ വരാൻ തുടങ്ങി. പക്ഷേ പി ചാനലാകുമ്പോൾ എന്താ പ്രത്യേകത, പി ചാനലിൽ നമ്മൾ പറഞ്ഞ് ഡ്രെയിനിൽ പോസിറ്റീവ് കണക്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഡ്രെയിനിൽ പോസിറ്റീവും ഗേറ്റിൽ നെഗറ്റീവും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആണ് കറക്റ്റായിട്ടുള്ളൊരു കൺട്രോൾ, ഇലക്ട്രോണിക് ഫ്ലോ കൺട്രോൾ ഉണ്ടാകുന്നത്. അത് തിരിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അത് റിവേഴ്സായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കിവിടെ ഹോൾസിൻ്റെ ഫ്ലോ ഉണ്ടായിരിക്കും. ആ ഹോൾസിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ. ഡ്രെയിൻ കറണ്ടിന് അവിടെ ഒരു മാറ്റം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് അതിൻ്റെ എന്തുകൂടെ പറയാം, FETയിലെ പി ചാനലിനെയും കൂടെ പറയാനായിട്ട് പറ്റും. ഇവിടെ ഒറ്റ മാറ്റം ഉണ്ടാവുന്നുള്ളൂ, വോൾട്ടേജ് ബയസ് റിവേഴ്സ് ആവും. അതുപോലെ തന്നെ മെജോറിറ്റി ക്യാരിയേഴ്സ് വരുന്നത് ചാനലിലെ മെജോറിറ്റി ക്യാരിയേഴ്സ് ഹോൾസ് ആവും എന്നുള്ളതാണ് മാറ്റമായിട്ട് വരിക. ഇനി FETയുടെ അഡ്വാൻറ്റേജുകൾ എന്താണ്? അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങളാണ് FETയെ കൊണ്ടുള്ളത്. അതായത് വോൾട്ടേജ് കൺട്രോൾഡ് ആംപ്ലിഫയറിൽ കൂടുതലായിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതിനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ അവരുടെ ഇൻപുട്ട് ഇമ്പിഡൻസ് വെരി ഹൈ ആയതുകൊണ്ട്, കൂടുതലായതുകൊണ്ടാണ്. അപ്പോൾ ദേ ഹാവ് ലോ നോയ്സ് ഔട്ട്പുട്ട്. അതായത് നോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വോയിസ് അതിലേക്ക് ഇൻബിൽഡ് ആക്കാൻ അല്ലെങ്കിൽ വേറൊരു സിഗ്നൽ അതിലേക്ക് കൂട്ടിച്ചേർക്കാൻ അത് ഇവർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ഈ ഒരു വോൾട്ടേജിലോ കാര്യത്തിലോ വരുന്ന നോയ്സിൻ്റെ അളവ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് നോയ്സ് ഔട്ട്പുട്ടാണ്. ഔട്ട്പുട്ടിൽ വരുന്ന നോയ്സ് കുറവാണ്. ദിസ് മേക്ക് ദം യൂസ്ഫുൾ ആസ് പ്രീ ആംപ്ലിഫയേഴ്സ് വെർ ദ നോയ്സ് മസ്റ്റ് ബി ലോ ബിക്കോസ് ഓഫ് ഹൈ ഗെയിൻ ഓഫ് ദ ഫോളോയിങ് സ്റ്റേജസ്. അതായത് ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും ഗെയിൻ കൂടുന്നുണ്ട് പ്രീ ആംപ്ലിഫയറുകളിൽ. പ്രീ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ആംപ്ലിഫയർ എന്ന് തന്നെയാണ് ശരിക്കും മീനിങ് വരുന്നത്. അതായത് ഒരു സിഗ്നൽ വരും, ആംപ്ലിഫൈ ചെയ്യും, ലൗഡാക്കും, അല്ലെങ്കിൽ ലൗഡാക്കുക അല്ല, മീൻസ് ബൂസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ലാർജർ ആക്കും. അപ്പോൾ കുറേ പ്രീ ആംപ്ലിഫയർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സ്റ്റേജ്, ഒരു സിഗ്നൽ പൾസിനെ നമുക്ക് ഒരുപാട് സ്റ്റേജ് ഉപയോഗിച്ചിട്ട് വലിയ പൾസാക്കി മാറ്റാൻ അല്ലെങ്കിൽ വലിയൊരു ആംപ്ലിഫൈഡ് പൾസാക്കി മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനുകളിൽ നോയ്സ് ഇല്ലാത്ത കേസാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല സിഗ്നലുകൾ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. പിന്നെ ബെറ്റർ ലീനിയറിറ്റി, അതായത് ഇൻപുട്ട് എങ്ങനെയാണോ അതിൻ്റെ അതേപോലെ തന്നെയുള്ള ഒരു ഔട്ട്പുട്ട് സിഗ്നൽ കിട്ടും, പക്ഷേ കുറച്ചുകൂടി ബൂസ്റ്റഡ് ആണെന്നേ ഉള്ളൂ. പിന്നെ ഇൻ്റർ ഇലക്ട്രോഡ് കപ്പാസിറ്റി വളരെ കുറവാണ്. ഇൻ്റർ ഇലക്ട്രോഡ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ആംപ്ലിഫയറിൻ്റെ ഒരു പോയിൻ്റാണ്, അല്ലെങ്കിൽ ആംപ്ലിഫയറിൻ്റെ ഒരു മെയിൻ കാര്യമായിട്ട് വരുന്നതാണ്. അപ്പോൾ അത് എന്താവും, ഇലക്ട്രോഡ് കപ്പാസിറ്റി വളരെ ലോ ആയിട്ടും വരുന്നുണ്ട്. ഇനി FETയുടെ ടിപ്പിക്കൽ ആപ്ലിക്കേഷനുകൾ. FET ടിപ്പിക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസാണ്. വോൾട്ടേജ് നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് അതിലൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ ഫ്ലോനെ കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് FET എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻപുട്ട് ഇമ്പിഡൻസ് വളരെ ഹൈ ആണെന്നുള്ളതാണ്. അപ്പോൾ ഈ ക്യാരക്ടറിസ്റ്റിക്സും കൂടെ നമ്മൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പോപ്പുലർ ആയിട്ട് FETകൾ ഉപയോഗിക്കുന്നത് ഇലക്ട്രോണിക് സർക്യൂട്ടുകളിലാണ്. ഈ ഇലക്ട്രോണിക് സർക്യൂട്ടുകളിൽ നമുക്ക് താഴെ പറഞ്ഞിരിക്കുന്ന 4 പോയിൻറ്റുകളാണ്. അതായത് DC വോൾട്ടേജ് ആംപ്ലിഫയറുകളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ AC വോൾട്ടേജ് ആംപ്ലിഫയറുകളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. AC വോൾട്ടേജിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ ഹൈ ഫ്രീക്വൻസി, ലോ ഫ്രീക്വൻസി റേഞ്ചുകൾക്ക് വേണ്ടിയിട്ടുള്ള HF ആംപ്ലിഫയേഴ്സ്, അതുപോലെ തന്നെ LF ആംപ്ലിഫയേഴ്സിനാണ് ഈ ഒരു FETൻ്റെ ആംപ്ലിഫയർ സെറ്റപ്പുകൾ ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സാണ് വരുന്നത്. അതായത് കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സായിട്ടും ഉപയോഗിക്കുന്നുണ്ട്, ഈ ഒരു FET ഉപയോഗിക്കുന്നുണ്ട്. അതെങ്ങനെ ചെയ്യുക, നമുക്കൊരു കൃത്യമായിട്ടുള്ള വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഡ്രെയിനിലേക്ക് വരുന്ന ഇലക്ട്രോൺ ഫ്ലോ അല്ലെങ്കിൽ എന്താ പറയുക, ഹോൾസിൻ്റെ ഫ്ലോ അത് നമുക്കൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് കറണ്ട് തരുന്ന ഒരു ഡിവൈസ് അതിൽ നിന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ഓഫ് ബോത്ത് അനലോഗ് എസ്പെഷ്യലി ഡിജിറ്റൽ ടെക്നോളജി. ഈ ഒരു FET ഉപയോഗിച്ചിട്ട് തന്നെ
ഒരുപാട് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടുകളിൽ വരുന്നുണ്ട്. അത് മാത്രമല്ല ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടുകളിലും ഡിജിറ്റൽ സർക്യൂട്ടുകളിലും അല്ലെങ്കിൽ ഡിജിറ്റൽ ഇലക്ട്രോണിക് സെക്ഷനുകളിലും ഈ ഒരു പാർട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് വരുന്നുണ്ട്. അതായത് ഒരുപാട് റണ്ണർ, കൗണ്ടർ, അതുപോലെ തന്നെ ഒരുപാട് ഫ്ലിപ്പ് ഫ്ലോപ്പ് അങ്ങനെയുള്ള സെക്ഷനുകളിലൊക്കെ ഈ ഒരു സംഗതികൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതൊക്കെയാണ് FETയുടെ മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇത്രയാണ് നമുക്ക് FETനെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു.